അസാധു നോട്ടുകൾ ബാങ്കിലൂടെ മാറ്റിവാങ്ങുന്നതിനായി പ്രധാനമന്ത്രി അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഡിജിറ്റൽ ഇടപാടുകൾ എളുപ്പമാക്കുന്നതിന് പ്രധാനമന്ത്രി മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ദില്ലിയിൽ നടക്കുന്ന ഡിജിധൻ മേളയിലാണ് പ്രധാനമന്ത്രി ഭീം എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകും വിവരങ്ങൾ. സന്തോഷ്, ഇന്ന് സമയപരിധി അസാധു നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷനുമായി പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ 50 ദിവസ കാലയളവിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇത്തരത്തിലുള്ള സ്വകാര്യ ആപ്ലിക്കേഷൻ, പേടിഎം പോലുള്ള സ്വകാര്യ ആപ്ലിക്കേഷനുകളാണെന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 50 ദിവസത്തെ സാവകാശം ചോദിച്ച നരേന്ദ്രമോദിയുടെ സമയപരിധി ഇന്നത്തോടെ കഴിയുന്നു. കൂടാതെ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ തുക പിൻവലിക്കുന്നതിനടക്കം ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിനുള്ള സമയപരിധിയും ഇന്ന് അവസാനിക്കുമ്പോഴാണ് മൊബൈൽ ആപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ ഡിജിധൻ മേളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ ആകസ്മികമായി മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത്. അംബേദ്കറുടെ പേരിൽ ഭീം ആപ്പ് എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ ആപ്പ് വഴി എല്ലാവർക്കും, ജനങ്ങൾക്ക് മുഴുവൻ വിരൽത്തുമ്പിൽ ഇനി വിനിമയം നടത്താൻ കഴിയും എന്നാണ് മോദി അവകാശപ്പെടുന്നത്. ഇന്റർനെറ്റ് വേണ്ട, സ്മാർട്ട് ഫോൺ വേണ്ട, അല്ലാതെ തന്നെ ആപ്പ് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഈ സാധാരണക്കാർക്ക് വേണ്ടി ഈ ആപ്പിലൂടെ നറുക്കെടുപ്പുണ്ട് എന്നും ലോട്ടറി ഉണ്ട് എന്നും അദ്ദേഹം അറിയിക്കുന്നു. 15,000 ആൾക്കാർക്ക് 100 ദിവസത്തിനുള്ളിൽ 1000 രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനിടയിൽ ഈ പ്രസംഗത്തിലുടനീളം തന്റെ രാഷ്ട്രീയ എതിരാളികളെ ശക്തമായി വിമർശിക്കാനും മോദി മറന്നില്ല. 3 വർഷം മുമ്പ് വരെ പത്രങ്ങളിൽ നാം കേട്ടത് ഈ അഴിമതികളിലൂടെ എത്ര രൂപ രാജ്യത്തിന് നഷ്ടപ്പെട്ടു എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത രാജ്യത്തിന് എത്ര തുക തിരികെ ലഭിക്കുന്നു എന്നാണ്. ഈ കഴിഞ്ഞ 2 മാസമായി 86% നോട്ടുകൾ രാജ്യത്തുനിന്ന് പൂർണ്ണമായും നീക്കിയിട്ടും നിരവധി പ്രയാസങ്ങളിലൂടെ രാജ്യം ഒരുമിച്ച് നിന്ന് തന്നെ മുന്നോട്ട് പോയി. പക്ഷെ അതിനിടയിലും ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം നിരാശഭരിതർക്ക് തന്റെ കയ്യിൽ ഔഷധമൊന്നുമില്ല, എന്നാൽ പ്രതീക്ഷയുള്ളവർക്കാകട്ടെ തനിക്ക് നൽകാൻ നിരവധി ഔഷധങ്ങളുണ്ട് എന്നും മോഡി അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും വിരലടയാളം വഴി വിനിമയം നടത്താനുള്ള ഒരു ആപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ നരേന്ദ്രമോദി സംസാരിക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.